ഡിപിന്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ട് 4000 എബോ ആയിട്ടുള്ളൊരു അഡ്രസ് ലൊക്കേഷനാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ കൊടുത്തത് 4200 എന്നുള്ള അഡ്രസ് ലൊക്കേഷനാണ് കൊടുത്തത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് 2 8-bit നമ്പേഴ്സ് ആണ്. ആ പ്രോഗ്രാമാണ് നമ്മൾ ആ ഒരു വീഡിയോയിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒറിജിൻ കൊടുക്കണം. അത് എൻട്രി ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്, അത് ഓർത്തോണം. അതിനുശേഷം നമ്മൾ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് ഇവിടെ ഓൾറെഡി പറഞ്ഞ് അഡീഷൻ ഓഫ് 2 numbers and storing the result in another location. Addition of 2 numbers and storing the result in another memory location. അതാണ് നമ്മളുടെ ആ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ പ്രൊസീജിയറാണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ പ്രോഗ്രാംസ് എൻ്റർ ചെയ്യണം. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം, ഇതിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് ലൊക്കേഷനിൽ ഡേറ്റ കൊടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ കൊടുത്ത ഒരു ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 03 എന്നുള്ളൊരു നമ്പരും സെക്കൻഡ് 02 എന്നുള്ള നമ്പറുമാണ് കൊടുത്തത്. അതിൻ്റെ റിസൾട്ട് 05 അഡ്രസ് ലൊക്കേഷനിൽ കിട്ടണം. അപ്പം നമ്മളിവിടെ പ്രോഗ്രാം എഴുതിയതിന് ശേഷം ഈ പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ DPTR ഒക്കെ വെച്ചിട്ട് ഇത് ഒറിജിൻ, പിന്നെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്ക് റാമിലാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ കൊടുത്തത് 4300 എന്നുള്ള അഡ്രസ് ലൊക്കേഷനാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ 4300 ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് 4301 എന്ന അഡ്രസ് ലൊക്കേഷൻ കിട്ടും. നമ്മൾ ഈ ഡേറ്റാസ് ആ പ്രോഗ്രാമിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള അഡ്രസ് ലൊക്കേഷനാണ് ഈ 43 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള അഡ്രസ് ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 4300ൽ നമ്മളുടെ ഫസ്റ്റ് ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്യും, അതായത് 03 എൻ്റർ ചെയ്യും. സെക്കൻഡ് അഡ്രസ് ലൊക്കേഷനിൽ 02 എൻ്റർ ചെയ്യും. അപ്പോൾ ഈ എൻറ്ററിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഈ ഡേറ്റ നമ്മൾ ലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അഡ്രസ് ലൊക്കേഷൻ നമുക്ക് ഏതാണോ, അപ്പം നമുക്കിപ്പം 03ക്ക് വരാം, അടുത്ത എക്സിക്യൂട്ട് ചെയ്യുമ്പം 05ഉം 09ഉം കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ഡേറ്റ കൊടുക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിനകത്തേക്ക് നമുക്ക് ഏതാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ എൻ്റർ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രോഗ്രാമുമായി ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് നമ്മൾ അഡ്രസ് ലൊക്കേഷനിൽ കൊടുത്തു, അത് എക്സിക്യൂട്ട് ചെയ്യണം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് 05 നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്നത് അടുത്ത അഡ്രസ് ലൊക്കേഷൻ, അതായത് 4302ലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് 5 എന്നുള്ളത് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ അഡ്രസ് ലൊക്കേഷൻസിൽ ഈ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കുകയെന്ന് വെച്ചാൽ റിസൾട്ട് കാണുക എന്നുള്ളതാണ്. പിന്നെ ഫൈനലി നമ്മൾ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇത്രയാണ് സ്റ്റെപ്സ് വരുന്നത്. വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒറിജിൻ കാണിക്കത്തുള്ളൂ. അതിനുശേഷം ഏതാണ് ഇപ്പം അഡീഷനോ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് ട്രാൻസ്ഫറോ രജിസ്റ്റർ ട്രാൻസ്ഫറോ അങ്ങനെ ഏത് പ്രോഗ്രാം ആണെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ എൻ്ററിങ് പ്രോസസ്സ് കഴിയും. അതിനുശേഷം ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഡേറ്റ കൊണ്ടുവെക്കണ്ടേ, അപ്പോൾ ആ ഡേറ്റ ലോഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡേറ്റ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമുമായി ഡേറ്റ ആയിട്ട് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ കൊടുത്ത അഡ്രസ് ലൊക്കേഷനിൽ റിസൾട്ട് വന്നു നോക്കും. പിന്നെ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി വരുന്നത് ഇതിൻ്റെ കേസിൽ ഇപ്പോൾ അഡ്രസ് ലൊക്കേഷൻ ഓർത്തോണം, ഈ 4200 അതുപോലെ 4300 വരുന്നത് ഇത് നമ്മൾ പ്രോഗ്രാം എഴുതും. ഈ DPTR എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 16 ബിറ്റ് ആണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളെല്ലാം 8 ബിറ്റാണ് വരുന്നത്, പക്ഷേ ഈ ഡേറ്റ പോയിന്റ് 16 ബിറ്റ് ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു അഡ്രസ് ലൊക്കേഷനിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, മൂവ് DPTR, #4300. ഹാഷ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡയറക്റ്റ് അഡ്രസ്സിങ്. അപ്പം ഈ 4300 എന്ന് പറഞ്ഞ അഡ്രസ് ലൊക്കേഷനിലേക്ക്
നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റ പോയിന്റർ അത് പോയിന്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ മൂവ് DPTR #4300 കൊണ്ട് മീൻ ചെയ്തത്. 4300 എന്നുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക് ആ ഡേറ്റ പോയിന്റർ പോയിന്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതുന്നപ്പം മൂവ് എക്സ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ മെമ്മറിയാണ് മൂവ് എക്സ് എന്ന് പറയുന്നത്. മൂവ് എക്സ് DPTR എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ കൊടുത്ത വാല്യൂ ആണ് കിട്ടുന്നത്. DPTR എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഫസ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഈ അഡ്രസ് ലൊക്കേഷനിലേക്ക് അത് ആ അഡ്രസ് ലൊക്കേഷൻ പോയിന്റ് ചെയ്യും. DPTR എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കണ്ടന്റ് കിട്ടും നമുക്ക്. അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് 4300 എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ ഒന്നും ഇൻക്രിമെന്റ് ചെയ്യും. നമുക്ക് 4301 എന്നുള്ള അഡ്രസ് നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കത് 16 ബിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഡേറ്റ പോയിന്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇൻക്രിമെന്റ് DPTR നോക്കുമ്പോഴത്തേക്ക് 4300 എന്നുള്ളത് 4301ലേക്ക് പോയിന്റ് ആവും. അപ്പം അങ്ങനെ നമ്മൾ ഒരു നമ്പർ 03 വെച്ചു, സെക്കൻഡ് നമ്പർ 02 വെച്ചു, എന്നിട്ട് ആഡ് എന്നുള്ള ഓപ്പറേഷൻ ഉണ്ട്. ആഡ് A, B എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഡേറ്റ പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ലൊക്കേഷൻ കിട്ടും. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ അതിന്റെ റിസൾട്ട് 05 എന്നുള്ളത് ആഡ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ജസ്റ്റ് പ്രോഗ്രാം വരുന്നത്. പിന്നെ ഇതിന്റെ കേസിൽ നമുക്ക് എൻഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒന്നുമില്ല. ഷോർട്ട് ജമ്പ് എന്നുള്ള കമാൻഡ് എടുക്കുന്നത്. ഷോർട്ട് ജമ്പ് അത് ഓർത്തോണം, ഷോർട്ട് ജമ്പ് എന്നുള്ള കമാൻഡ് എടുക്കുന്നത്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് വരുമ്പോഴത്തേക്ക് അഡ്രസ് ലൊക്കേഷൻ ഇങ്ങനെ മാറി മാറി വരും. ഇപ്പം വീഡിയോക്കകത്ത് കാണുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ വാല്യൂസ് ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ ലാസ്റ്റ് ഏതാണോ അഡ്രസ് ലൊക്കേഷൻ വരുന്നത് അതായിരിക്കണം ഈ ഷോർട്ട് ജമ്പിന്റെ ഇതായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വന്നത് 420C എന്നുള്ള ലൊക്കേഷൻ ആയിരുന്നു. അപ്പം ഷോർട്ട് ജമ്പ് 420C എന്നുള്ള കൊടുക്കണം. ഏതാണോ ലാസ്റ്റ് വരുന്ന ആ വാല്യൂ ആയിരിക്കണം, അതിലേക്കായിരിക്കണം നമ്മൾ ഷോർട്ട് ജമ്പ് ചെയ്യേണ്ടത്. അത് ഓർത്തോണം. നമ്മൾ പ്രോഗ്രാം എഴുതും. പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് അഡ്രസ് ലൊക്കേഷൻ നിന്നുള്ള ഡേറ്റ കൊടുക്കുന്ന പ്രോസസ്സാണ്. അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. SD സ്പേസ് നമ്മൾ നേരത്തെ കൊടുത്ത എവിടാണോ ഡേറ്റ നമ്മൾ ഏത് അഡ്രസ് ലൊക്കേഷനിലാണോ നമ്മൾ ഡേറ്റ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 4300ലേക്കാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ആ SD സ്പേസ് 4300 ആയി കൊടുക്കേണ്ടത്. അതായത് 4200 ഒറിജിൻ കൊടുക്കരുത്. നമ്മൾ ആ പ്രോഗ്രാം തുടങ്ങി അല്ലെങ്കിൽ ആ ഡേറ്റ എവിടാണോ നമ്മൾ ഏത് അഡ്രസ് ലൊക്കേഷനിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങൾക്കിപ്പം നമുക്ക് ഡേറ്റയും അഡ്രസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പോസ്റ്റിൽ ഓരോ സാധനങ്ങളൊക്കെ അയക്കുന്നു. അപ്പൊ പുറമേ ഉള്ളതാണ് അഡ്രസ് എന്ന് പറയുന്നത്, അകത്തുള്ളതാണ് നമ്മുടെ കണ്ടന്റ് ആണ് ഡേറ്റ എന്ന് പറയുന്നത്. കണ്ടന്റ് ആണ് ഡേറ്റ എന്ന് പറയുന്നത്. പുറമേ ഉള്ളത് നമ്മൾ അഡ്രസ്സിന്റെ മീനിങ്, അഡ്രസ് മീൻസ് ലേബലിംഗ് പോലത്തുള്ളത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അകത്തുള്ളതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്ക് ഈ 4300 എന്നുള്ള അഡ്രസ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഡേറ്റ പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ കണ്ടന്റ് ആണ് നമ്മൾ 03 എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ്. അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 03ഉം 02ഉം കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2 കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം അതിനുള്ള കമാൻഡ് ആണ് SD സ്പേസ് ആ അഡ്രസ് ലൊക്കേഷൻ കൊടുക്കണം. അതാണ് ഓർക്കേണ്ടത്. 4200 കൊടുത്താൽ കിട്ടത്തില്ല, എവിടെയാണോ ഡേറ്റ കൊടുക്കേണ്ടത് ആ അഡ്രസ് ലൊക്കേഷൻ കൊടുക്കണം. SD സ്പേസ് 4300 കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നോർമലി നേരത്തെ 4300 എന്ത് ഡേറ്റ ആണോ ഉണ്ടായിരുന്നത് ആ മെമ്മറി ലൊക്കേഷനിൽ എന്ത് ഡേറ്റ ആണോ ഉണ്ടായിരുന്നത് അതായിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പോൾ എല്ലാത്തിനകത്തും കുറേ വാല്യൂസ് കാണും. എല്ലാ അഡ്രസ്സിനകത്തും അതിനകത്ത് കണ്ടന്റ്സ് കാണും. ഓരോ അഡ്രസ് ലൊക്കേഷനിൽ ഓരോ കണ്ടന്റ്സ് കാണും. ഇവിടെ നമ്മൾ ഫസ്റ്റ് SD സ്പേസ് 4300 കൊടുക്കുമ്പോഴത്തേക്ക് ഓൾഡ് കണ്ടന്റ് ആയിക്കോട്ടെ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ നേർക്കൊരു എന്താണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് വരും. അവിടെ നമ്മൾ 03 എന്ന് കൊടുക്കും. ഓക്കെ, ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് ചെയ്യണം. അത് ഓർത്തോണം. ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് റീസെറ്റ് കൊടുക്കണം. അതിനുശേഷമാണ് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ എൻ്റർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എക്സിക്യൂട്ട് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് നോക്കേണ്ടത്. ഈ 4 സ്റ്റെപ്സിൻ്റെ ഇടയ്ക്കും റീസെറ്റ് പ്രോസസ്സ് വരും. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് ഡേറ്റ എൻ്റർ ചെയ്തു. ഇനി വീണ്ടും എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് 4301 എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ വരും. നമ്മളിവിടെ കൊടുക്കുന്ന പ്രോഗ്രാമിൽ കൊടുക്കുന്ന അഡ്രസ് ലൊക്കേഷൻ തന്നെ വരും. അപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് 4301 വരും. അവിടെ നമ്മൾ സെക്കൻഡ് ഡേറ്റ നമ്മളിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന
സെക്കൻഡ് ഡേറ്റ 02 എൻ്റർ ചെയ്യണം. ഇവിടെ 02 കൊടുക്കുക. എന്നിട്ട് വീണ്ടും എൻ്റർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് കിട്ടി? നമ്മളെ സെക്കൻഡ് പ്രോസസ്സ് കഴിഞ്ഞു. അഡ്രസ് ലൊക്കേഷനിലേക്ക് ഡേറ്റ കൊടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 3. എന്താണ്? എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം, പ്രോഗ്രാമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ടൈപ്പ് ചെയ്ത പ്രോഗ്രാമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ സ്പേസ് ഏതാണോ നമ്മൾ ഒറിജിൻ കൊടുത്ത് നമ്മളെ പ്രോഗ്രാം, നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊടുത്ത ഇത് അഡ്രസ് ലൊക്കേഷൻ, അതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓർത്തോണം, ഗോ 4200. ഇവിടെ നമ്മൾ കൊടുത്ത പ്രോഗ്രാം ഒറിജിൻ, അതായത് ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ റാൻഡം ആക്സസ് മെമ്മറി, റാമിലാണ് ഈ പ്രോഗ്രാം എല്ലാം സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്രസ് ലൊക്കേഷനാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗോ 4200 അത് കൊടുക്കുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടിംഗ് എന്ന് കാണിക്കും. അപ്പോഴത്തേക്ക് സ്റ്റെപ്പ് 3 കഴിഞ്ഞു. ഇവിടെ റീസെറ്റ് ഉണ്ട്, ഓരോന്ന് കഴിയുമ്പോഴും റീസെറ്റ് ഉണ്ട്. എക്സിക്യൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും റീസെറ്റ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമ്മളുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് റിസൾട്ട് കാണണം. ഓക്കെ, റിസൾട്ട് കാണണം. എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കാണണം. റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4300 ഒരു ഡേറ്റ, 4301 സെക്കൻഡ് ഡേറ്റ, 4302 നമ്മുടെ റിസൾട്ട്. ഇതാണ്, ഈ ലൊക്കേഷനിലാണ് നമുക്ക് പോയി റിസൾട്ട് വ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ആ റിസൾട്ട് വ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ സെയിം SD കമാൻഡാണ് വരുന്നത്. നമ്മൾ SD സ്പേസ്, നമുക്കറിയാം നമ്മളുടെ അഡ്രസ് ലൊക്കേഷൻ ഏതാണെന്ന് അറിയാം. ഓക്കെ, അതായിരിക്കും കൊടുക്കേണ്ടത്. ഇവിടെ റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ കൊടുത്ത ഡേറ്റ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഈ അഡ്രസ് ലൊക്കേഷൻ കൊടുക്കാം. നമ്മൾ SD 4300 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എൻട്രി ചെയ്ത ഡേറ്റ കാണും. കാരണം നമ്മളിവിടെ ഇപ്പം എൻട്രി ചെയ്തു. ഇപ്പോൾ 4300 നമ്മൾ കൊടുത്ത ഡേറ്റ 02 ആണ്, 4301 നമ്മൾ കൊടുത്ത ഡേറ്റ 02 ആണ്. അപ്പോൾ ഇവിടെ SD സ്പേസ് 4300 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത 03 അവിടെ കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ വീണ്ടും നമ്മൾ എൻറ്റർ അടിക്കുക. അപ്പോഴത്തേക്ക് അടുത്ത SD 4301 ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അവിടെ എന്ത് വരും? നമ്മൾ സെക്കൻഡ് കൊടുത്ത ഡേറ്റ കാണും, 02 കാണും. ഇനി ഒന്നും കൂടെ നമ്മൾ എൻറ്റർ അടിക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ റിസൾട്ട് എവിടെ വരേണ്ടത്? 4302. 4302 രണ്ടും കൂടെ ആഡ് ചെയ്ത റിസൾട്ട് 05 കാണും. അതിനുശേഷം ലാസ്റ്റ് ഇതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഈ SD കൊടുക്കുന്ന പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സ്റ്റെപ്സ് മനസ്സിലായി. ഇപ്പം നമ്മൾ പ്രോഗ്രാം എൻട്രി ചെയ്തു, എന്നിട്ട് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യേണ്ട അഡ്രസ് ലൊക്കേഷനിൽ ഡേറ്റ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് അറിഞ്ഞിരിക്കുന്ന SD സ്പേസ്, അതുപോലെ ഏത് അഡ്രസ് ലൊക്കേഷനാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിലേക്കാണ് നമ്മൾ ഈ SD 4300 അഡ്രസ് ലൊക്കേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം ഡേറ്റ എൻട്രി ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഗോ ഈ ഒരു അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പം നമ്മളിപ്പോൾ പ്രോഗ്രാം കൊടുക്കുമ്പോഴും അതെന്തായിരിക്കും? ഒരു മെമ്മറിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിലേക്കാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ട് കാണണം. റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും SD ഇവിടെ എന്താണ് നമ്മളെ ഡേറ്റ ഇരിക്കുന്ന അഡ്രസ്സിലേക്ക് 4300 നമ്മൾ ചെയ്യും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്പർ കാണാൻ പറ്റും, ഒന്ന് എൻ്റർ ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പർ കാണാൻ പറ്റും. ഫൈനലി ഒന്നും എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് 4302 എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ കിട്ടും. ആ ഡേറ്റ പോയിന്റർ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ് അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അഡ്രസ് ലൊക്കേഷനിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. DPTR എന്ന് പറയുമ്പോഴത്തേക്ക് ആ കണ്ടന്റ് കിട്ടും.